നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാനസ്മദ്ഗുരുൻ സന്തതമാനതോസ്മി. ഹര നമ പാർവതിപതയേ ഹര ഹര മഹാദേവ. തൃതീയ സ്കന്ധത്തിൽ കപിലവാസുദേവൻ അമ്മയായിരിക്കുന്ന ദേവഭൂതിക്ക് നൽകുന്ന ജ്ഞാനോപദേശം വളരെ പ്രസിദ്ധമായതാണത്. മൂലകൃതിയിലൊക്കെ വളരെ വിസ്തരിച്ച് ഈ ജ്ഞാനോപദേശം കാണാൻ സാധിക്കും. എന്നാൽ കിളിപ്പാട്ട് ഭാഗവതത്തിൽ അത് വളരെ സംക്ഷിപ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വളരെ ചുരുക്കിയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കപിലവാസുദേവൻ അമ്മയ്ക്ക് ഉപദേശം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കപിലൻ സാഖ്യദർശനത്തിൻ്റെ പ്രണേതാവായിരിക്കുന്ന കപിലനാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പലർക്കും. വാസ്തവത്തിൽ ഇവിടെ പറയുന്ന കപിലൻ സാഖ്യദർശനത്തിൻ്റെ ഋഷിയായ കപിലനല്ല. കാരണം സാഖ്യം എന്ന് പറയുന്ന മതം ഈശ്വരനെ അംഗീകരിക്കുന്ന മതം അല്ല. ഈ ഭാരതഭൂമിയിൽ അനവധി ദർശനങ്ങളും അനവധി മതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രബലമായിട്ടുള്ള ദർശനങ്ങൾ 12 എണ്ണമാണ്. ആ 12 ദർശനങ്ങളിൽ തന്നെ അധിക ദർശനങ്ങളും ഈശ്വരനെ അംഗീകരിക്കുന്നത് അല്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇപ്പം മീമാംസകന്മാർ പോലും ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഇനി അംഗീകരിക്കുന്ന പക്ഷം എടുത്തു കഴിഞ്ഞാലും ഒരു ദർശനകാരൻ അംഗീകരിക്കുന്നത് പോലെ അല്ല മറ്റൊരാൾ ഈശ്വരനെ അംഗീകരിക്കുന്നത്. അതിൽ തന്നെ ഭേദമാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ ദർശനങ്ങളിൽ വളരെ കുറച്ച് ദർശനങ്ങളിൽ മാത്രമേ ഈശ്വരനെ അംഗീകരിക്കുന്ന ദർശനങ്ങൾ ഉള്ളൂ എന്ന പരമസത്യത്തെ അറിയണം. ഭൂരിപക്ഷ ദർശനങ്ങളിൽ ഈശ്വരനെ അംഗീകരിക്കാത്ത ദർശനമാണ് താനും. ഭാരതഭൂമിയിലെ ഒരു ദർശനവും മറ്റൊരു ദർശനത്തിൽ പറഞ്ഞതുപോലെ ഈശ്വരൻ ഇന്നതാണ് എന്നതിനെ അംഗീകരിക്കുന്നുണ്ടല്ല തന്നെ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നിപ്പം വന്ന് ഈ കാലത്താണ് എല്ലാവരും ഈശ്വര വിശ്വാസികളാകണം എന്നൊരു വ്യവസ്ഥയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ അജ്ഞാനം, അറിവില്ലായ്മയാണ്. എല്ലാവരിലും ഈശ്വര വിശ്വാസം ഉണ്ടാക്കുക എന്തല്ല സാധ്യമല്ല. കാരണം ഓരോരുത്തരുടെയും ബുദ്ധിയുടെ തലം ഓരോന്നായതുകൊണ്ട്. ചാർവാക ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരാളിൽ എങ്ങനെയാണ് ഈശ്വര വിശ്വാസം ഉണ്ടാക്കുക? ഈശ്വരനില്ല എന്ന് പറയുന്ന ആളാണ് ചാർവാകൻ. പക്ഷെ ആ ചാർവാകന് ഋഷിയാണ്. യാഗാദി കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മീമാംസകൻ ഈശ്വരനില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ അയാൾ ഋഷിയാണ്. മനസ്സിലാകും. ഉപാസനയ്ക്ക് വേണ്ടി മാത്രം ഈശ്വരനെ സ്വീകരിച്ചിട്ടുള്ള യോഗി അയാളും സ്പഷ്ടമാണ് ഋഷിയാണ്. എല്ലാം ഒന്നെന്ന് പറയുന്ന വേദാന്തിയും ഋഷിയാണ്. പക്ഷെ ഓരോരുത്തർ ഓരോ തരത്തിലാണ് പറയുന്നത്. അല്ലാതെ എല്ലാവരെയും ഈശ്വര വിശ്വാസിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഭാരതം ഒരിക്കലും ആരോടും ചെയ്തിട്ടുള്ളതല്ല. ഈ സത്യത്തെ അറിയണം, മനസ്സിലാകണം. ഈ ഇടക്കാലത്താണ്, ഇപ്പോഴാണ് എല്ലാവരും വിശ്വാസികളാകണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റു ദർശനങ്ങൾ എന്ത് ചെയ്യും? മറ്റു ദർശനകാരന്മാർ എന്ത് ചെയ്യണം? അപ്പോൾ സാഖ്യം എന്ന് പറയുന്ന ദർശനം, ആ ദർശനം ഈശ്വരനെ അംഗീകരിക്കുന്ന ദർശനം അല്ല. ഇവിടെ കപിലവാസുദേവൻ എന്ന ഈ കപിലൻ ആ ദർശനത്തിൻ്റെ ഋഷി അല്ല. ഒരേ പേരിൽ എത്രയോ പേരുണ്ട്. ഈ കപിലൻ അദ്വൈത വേദാന്തം ഉപദേശിക്കുന്ന കപിലനാണ്. അതിൻ്റെ പാരമ്പര്യ പദ്ധതികളെ ഉപദേശിച്ചു കൊടുക്കുന്ന കപിലനാണ്. മനസ്സിലായത്? സാമോദം ഏവം കേട്ട് സൃഷ്ടിഭേദങ്ങൾ കേൾപ്പാൻ മോദേന ചോദിച്ചൊരു വിദുരർത്തനോടൊപ്പം ശ്രീ മൈത്രേയനും സർവ്വസൃഷ്ടിഭേദങ്ങളെല്ലാം സാമോദം കപിലാവതാരാന്തം അരുൾ ചെയ്തു. അപ്പം ഭഗവാന്റെ വരാഹാവതാരം കേട്ടു. അതിനു തൊട്ട് മുൻപ് ആയുസിൻ്റെ കാലപരിമാണം കേട്ടു. അതിനു മുമ്പ് ഭാഗവതത്തിൻ്റെ ദേശിക പരമ്പരയൊക്കെ കേട്ടു. നന്നായിട്ട് ഉള്ളു തെളിഞ്ഞു വിദുരർക്ക്. വിദുരര് മൈത്രേയ ഭഗവാന്റെ അടുക്കൽ വീണ്ടും ചോദിക്കുകയാണ്,
സർവസൃഷ്ടിഭേദം. ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും അതിൻ്റെ ഭേദങ്ങളെക്കുറിച്ചും വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ഈ നല്ല ഗുരുക്കന്മാരുടെ പ്രത്യേകത ഏതാ കേട്ടോ? എന്ത് ചോദിച്ചു വന്നോ അതാദ്യം കൊടുക്കില്ല. സാവകാശം വീണ്ടും വീണ്ടും അപേക്ഷിച്ചെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കാറുള്ളൂ. എന്തും അങ്ങനെ ചോദിക്കുന്ന ഉടനെ ഒരു കാര്യം ഒരാൾക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്കി, അതിനൊരു വിലയില്ല. കൊടുത്തവനും വിലയില്ല, കിട്ടിയതിനും വിലയില്ല. അതേസമയം പരിശ്രമം ചെയ്തിട്ടൊന്ന് നേടിയെടുത്ത് അതിനെന്തുണ്ട്? വിലയുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ളത് നശിപ്പിക്കാൻ പെട്ടെന്നൊരാൾ ശ്രമിക്കാത്തത്. അധികം ആളുകളും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വേഗം നശിപ്പിക്കാൻ എന്ത് ചെയ്യാറില്ല, പക്ഷെ ആരെന്നെങ്കിലും കിട്ടിയത് വേഗം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കാരണം അതിൽ അധ്വാനമില്ല. കഷ്ടപ്പെട്ടിട്ട് എത്ര കഷ്ടപ്പെടുന്നു അത്ര കണ്ട് മൂല്യം വർദ്ധിക്കും. ആണോ അല്ലേ? അതുകൊണ്ട് വീണ്ടും ചോദിച്ചു, സൃഷ്ടിഭേദം പറഞ്ഞതാ എന്ന്. അപ്പോഴും പറഞ്ഞു കൊടുക്കുന്നു കപിലാവതാരാന്തം. അതിനുത്തരവായിട്ട് കപിലാവതാരമാണ് പറയാൻ പോകുന്നത്. ചോദിച്ചത് എന്താണ്? സൃഷ്ടിഭേദം. ഉത്തരം പറയാൻ ആരംഭിച്ചത് എന്താണ്? കപിലാവതാരം. തൽപ്രബന്ധങ്ങളെല്ലാം എങ്ങനെ പറയുന്നു? ആ കപിലാവതാരവും കപിലാവതാരമധ്യേ അമ്മയായ ദേവഭൂതിക്ക് ഉപദേശം ചെയ്തു കൊടുക്കുന്നത് ഉപദേശവുമൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരും? സുപ്രബോധേന ഗ്രഹിക്കുന്നതല്ല അവ. വേഗം ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഈ ഉപദേശങ്ങൾ. ഉപദേശിക്കാൻ വളരെ എളുപ്പവും പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നതല്ല. എന്നാകിലും അങ്ങനെയാണെങ്കിലും ഇതാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ, കാരുണ്യം. ഡോക്ടർമാരുടെ അടുക്കലോട്ട് ചെല്ലുന്ന രോഗിയെ പോലെ ചികിത്സിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കാൻ പറ്റില്ല, എന്നാലും നോക്കാം എന്ന് പറയുന്നത് പോലെ. എന്നാകിലും കർദമൻ തപസ്സു ചെയ്ത് ഏറ്റവും പ്രസാദിപ്പിച്ച് ഉത്തമ പുരുഷാനുഗ്രഹത്തെ സിദ്ധിച്ചു. കർദമൻ എന്ന പേരോടുകൂടിയിരിക്കുന്ന പ്രജാപതി തപസ് ചെയ്ത് ഈശ്വരപ്രസാദമൊക്കെ സിദ്ധിച്ചിട്ട് പുരുഷാർത്ഥത്തെ ഗ്രഹിച്ചു. പുരുഷാർത്ഥം എന്നാൽ പുരുഷൻ അർത്ഥിക്കുന്നത് എന്തോ അത് പുരുഷാർത്ഥം. പുരുഷൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആഗ്രഹമാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇടക്കാലത്ത് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്ന രീതി തന്നെ ബഹിരസമാണ്. പലരും വ്യാഖ്യാനിക്കുന്ന, ആ സ്വാമി പറയുന്നല്ല, സ്വാമിയുടെ വ്യാഖ്യാനമല്ല കേട്ടോ. പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ധർമ്മത്തിലൂടെ ധനം ഉണ്ടാക്കിയെടുത്തിട്ട് ആഗ്രഹസാധ്യം വേണം എന്നൊക്കെ. അങ്ങനൊന്നുമല്ല കേട്ടോ. ഇത് നാലാണ്. ധർമ്മം വേറെ, അർത്ഥം വേറെ, കാമം വേറെ, മോക്ഷം വേറെ. മനസ്സിലാകും? ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഭ്യുദയ നിശ്രേയസുത്പത്തി ഹേതുഭൂതാൻ ചോതനാ ലക്ഷണാൻ ധർമ്മ. അഭ്യുദയത്തിനും നിശ്രേയസിനും കാരണമാകുന്നത് ഏതോ അത് ധർമ്മം. ഇഹലോക പരലോക സൗഖ്യത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് ധർമ്മം എന്ന ശബ്ദം കൊണ്ട് പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന സുഖമായിരിക്കണം, സൗഖ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പരലോകത്തിൽ ദുഃഖം അനുഭവിച്ചോളാം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്? അപ്പോൾ ഇഹലോക പരലോക സൗഖ്യം സകല ജീവരാശിയും ആഗ്രഹിക്കുന്ന ആയതുകൊണ്ട് അത് പുരുഷാർത്ഥമാണ്. ശരിയല്ലേ? പുരുഷനർത്ഥിക്കുന്നതാണ്. ഇനി ധനം, അതിലാഗ്രഹമില്ലാത്ത ആരാ ഉള്ള? കിട്ടാത്തതുകൊണ്ട് പറയാവുന്നതാ എനിക്ക് വേണ്ടെന്ന്. മനസ്സിലാകുന്നത്? ജീവനത്തിന് എന്ത് വേണം? ചില ആളുകൾ പറയും, സമയം എനിക്ക് ധനത്തിൽ ഒരാഗ്രഹമില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി. അതിൻ്റെ പേര് പിന്നെന്താ? അതെന്തിന്ന് ഉണ്ടാകുന്നതാ? ശരിയല്ലേ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇവ മൂന്നുമാണ് പ്രാഥമികമായ ഒരാൾക്ക് വേണ്ട ആവശ്യങ്ങൾ. ഇത് മൂന്നും ഉണ്ടാകുന്ന ധനത്തിൽ നിന്ന്. ധനമില്ലെങ്കിൽ എന്ത് കിട്ടില്ല? ഈ പറഞ്ഞതൊന്നുമില്ല. ആഹാരമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും ഒക്കെ ഉണ്ടാകാൻ എന്തു വേണം? അത് നിലനിർത്താൻ എന്തു വേണം? ധനം വേണം. ശരിയോ തെറ്റ്? ഓർത്ത് നോക്ക്. 28 കിട്ടിയ സമയത്ത് എനിക്ക് ഇട്ട് തന്ന വസ്ത്രം ഇപ്പം എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ധനത്തിൽ ആഗ്രഹമില്ലായിരുന്നൊന്നും. വസ്ത്രം, അതിനെന്ത് വേണം? ധനം വേണം. വസ്ത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ധനത്തെയാണ്.
അന്നമായിട്ട് നിങ്ങൾ ഒരു നേരത്തെ കഞ്ഞിയായാലും ചുട്ട പപ്പടമായാലും അത് ധനമാണ്. ശരിയല്ലേ? കയറിക്കിടക്കാൻ ചെറിയ കൂര മതി. അതിനെന്ത് വേണം? അത് നിലനിർത്താൻ എന്ത് വേണം? അപ്പൊ പിന്നെ ധനത്തിൽ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? മനുഷ്യരായവർക്കെല്ലാം ആഗ്രഹം എന്തിനുണ്ട്? ചിലര് പിന്നെ ചില്ലറയെ തൊടുന്നില്ല, നോട്ടേ തൊടുന്നില്ല, അത്രയേ ഉള്ളൂ. വിശക്ക് നടന്ന ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും തരും. ഈ തരുന്നത് എവിടുന്ന? മരത്തിന്റെ മുകളിൽ നിന്ന് പറിച്ചൊന്നുമില്ലല്ലോ. വേറൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനവാ അത്. ആണോ അല്ലേ? അതേസമയം ഒരു വന്യജീവിക്ക് പറയാം, അല്ലെ മറ്റൊരു ജീവിക്ക് പറയാം, എനിക്ക് ധനം വേണ്ട. കാരണം അതുകൊണ്ട് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കിളിക്ക് പറയാം, എനിക്ക് ധനത്തിൽ ആഗ്രഹമില്ലെന്ന്. നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്ന പ്രാഥമിക ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം നടക്കുന്നതെങ്കിൽ ധനത്തെ ആഗ്രഹിക്കാതിരിക്കാൻ സാധ്യം. അപ്പോൾ ധനത്തിൽ ആഗ്രഹമുണ്ട്. ഇതാണ് രണ്ടാമത്തെ പുരുഷാർത്ഥം. അല്ല ധർമ്മത്തിലൂടെ ധനം ഉണ്ടാക്കണം എന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുരുഷാർത്ഥം ഒന്നേ ആകത്തുള്ളൂ. ധർമ്മത്തിലൂടെ ധനമുണ്ടാക്കി ആഗ്രഹങ്ങൾ സാധിച്ച് മോക്ഷം പ്രാപിക്കണം എന്ന് പറയാം. മോക്ഷം മാത്രമാണ് പുരുഷാർത്ഥമാകുന്നത്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പുരുഷാർത്ഥം 4 ഉണ്ടെന്നല്ലേ പറയും. അപ്പം 4 നന്നാലായതുകൊണ്ടാണല്ലോ 4 പറഞ്ഞത്. വേറിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 4. ധർമ്മം ഒരു പുരുഷാർത്ഥമാണ്, അർത്ഥം മറ്റൊരു പുരുഷാർത്ഥമാണ്. രണ്ടും തമ്മിൽ യാതൊരു വിധമായ സംബന്ധവും ഒന്നാക്കുക സാധ്യം ആണെങ്കിൽ ഒന്നേ പറയൂ ഋഷി. മനസ്സിലാകുന്നു. മൂന്നാമത്തെ പുരുഷാർത്ഥമാണ് കാമം, ആഗ്രഹം. ചെറുതും വലുതുമായി എത്ര ആഗ്രഹം നമുക്കുള്ള. ശരിയല്ലേ? പ്രധാനമായും ഇവിടെ കാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരുഷന് സ്ത്രീയോട്, സ്ത്രീക്ക് പുരുഷനോടുമുള്ള ആഗ്രഹം. ഇത് താല്പര്യമില്ലാത്തവർ തുലവും പരിമിതമാണ്. അപ്പം പറയുകയാണ് ചിലർക്ക് സ്ത്രീകളോട് ആഗ്രഹമില്ല, പുരുഷന്മാരോടും ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു പലതിലും ആഗ്രഹമുണ്ട്. ശരിയല്ലേ? അപ്പം ആഗ്രഹമില്ലാത്ത ആരാണ്? ചെറുത് മുതൽ വലുത് വരെ സകലത്തിലും എന്തുണ്ട്? ഇതാണ് കാമം. ഇതും പുരുഷാർത്ഥം. അതുപോലെയാണ് മോക്ഷം. ഇനിയൊരു ജന്മം വേണ്ട എന്നുറച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമം. ഇതെല്ലാം പുരുഷാർത്ഥമാണ്. ഇങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളിൽ പരമപുരുഷാർത്ഥത്തെ പ്രാപിച്ചു, ഉത്തമ പുരുഷാർത്ഥത്തെ പ്രാപിച്ചു. 4 പുരുഷാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ 4ാമത്തേതായിട്ട് വർണ്ണിച്ചിരിക്കുന്ന മോക്ഷമാണ് പരമപുരുഷാർത്ഥം. കാരണം ബാക്കി 3 നശിക്കുന്നത്. പക്ഷെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് എന്തില്ല? നാശമില്ല. അതുകൊണ്ടത് പരമപുരുഷാർത്ഥമാണ്. അങ്ങനെ കർദമൻ ഈശ്വരപ്രസാദമൊക്കെ സിദ്ധിച്ച് പരമപുരുഷാർത്ഥത്തോടുകൂടി വസിക്കുന്ന കാലത്ത് മനുപുത്രി മുഗ്ധരൂപിണി ദേവഭൂതിയാം കന്യാരത്നം തത്സമനായുള്ളൊരു മർത്തിനെ നൽകിയിടുവാൻ ഇത്ര ലോകത്തിങ്കൽ ആരുള്ളതെന്ന് അനേകം നാൾ നീളവേ തിരഞ്ഞു കണ്ടീടിന മുനീന്ദ്രന് മൃഗലോചന തന്നെ നൽകുവൻ എന്നോർത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനുവിൻ്റെ മകളായിരിക്കുന്ന ദേവഭൂതിക്ക് വിവാഹപ്രായമൊക്കെയായി. ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കും എൻ്റെ മകളെ? ഈ ചിന്ത ആർക്കുണ്ടാകാൻ തുടങ്ങി? മനുവിനുണ്ടാകാൻ തുടങ്ങി. തത്സമനായുള്ളവന് കൊടുക്കണം. ഈ വിവാഹം എപ്പോഴും ആര് തമ്മിലാകണമെന്നറിയാം? സമനായി ഇരിക്കുന്നവരോട് വേണം ബന്ധം സ്ഥാപിക്കാൻ. തനിക്ക് താഴോട്ടുള്ളിടത്തും തനിക്ക് മുകളിലോട്ടുള്ളിടത്തും ആരെല്ലാം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദുഃഖമുണ്ടായിട്ടുണ്ട്. വിവാഹത്തിൻ്റെ ഒരു നിയമമാണത്. തത്സമനായവന് കൊടുക്കണം. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് അതുമായിട്ട് പൊരുത്തപ്പെടുന്നവനേ കൊടുക്കാവൂ. മനസ്സിലാകുന്നുണ്ട്? പലപ്പോഴും നമ്മൾ അങ്ങനല്ല. ചില ആളുകൾ തന്നിൽ താഴോട്ട് ബന്ധം സ്ഥാപിക്കും, നമ്മളെ നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പരാതി പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരും. കാഷായം കൊടുത്താലുള്ള അവസ്ഥ വലിയ കഷ്ടമാണ്. എല്ലാവരും പരാതിയും പരിഭവമായിട്ട് വരുന്നു. കഷ്ടമായ കാര്യമാണ്. ഇതൊന്നും പെടാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പം തോന്നാറുണ്ട് അതായിരുന്നു നല്ലത്. കാരണം അതാകുമ്പോൾ ഒരു പരാതിയുള്ളൂ, അത് അവനവൻ്റെ പരാതിയാണ്. ഇതോ ഒരു പരിചയമില്ലാത്ത എത്രയോ പേരുടെ പരാതി. പിന്നെ പല പരാതിയും വെറുതെ നമ്മളിരുന്ന് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ കാര്യമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവർ വെറുതെ അങ്ങ് പരാതി പറയുക. സ്പഷ്ടമായി പരിഹാരം അറിയില്ലേ?
നിങ്ങളെന്തിനാ മറ്റൊരാളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിക്കാൻ പോകുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. ഒരു ഉദാഹരണം സ്വാമി പറയും. ഭാര്യയെ കൊണ്ട് ഭർത്താവിന് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക, അല്ലെ ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ ആണെന്ന് വിചാരിക്കുക. എത്ര ഗംഭീരമായിട്ട് നിങ്ങൾ ഉപദേശിക്കും. ശരിയോ തെറ്റോ? ഇപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് വേറൊരു കൂട്ടുകാരൻ എൻ്റെ ഭാര്യയെ കൊണ്ട് വലിയ ഉപദ്രവം വന്നു. കൃത്യമായിട്ട് അവൻ പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്യണമെന്ന്. ആണോ അല്ലേ? ഇതേ ഇവൻ എന്തുകൊണ്ട് സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ നടക്കുന്നില്ല? അപ്പം മറ്റൊരാളെ ഉപദേശിക്കാൻ നാം എന്താണ് വളരെ സമർത്ഥരാണ്. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നുമല്ല ഉപദേശം വാങ്ങേണ്ടത്. മറ്റാരാലും ഉപദേശിക്കാൻ സാധിക്കാത്ത കാര്യം എന്താണ്, അത് അന്വേഷിച്ചു വേണം പോകാൻ. അതാണ് സന്യാസിമാരോടും മഹാത്മാക്കളോടും ഒക്കെ ചോദിക്കേണ്ടത്. അല്ലാതെ ആർക്കും ഉപദേശിക്കാവുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പോകരുത്. അത് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് അതിനേക്കാൾ നന്നായിട്ട് അനുഭവ സമ്പന്നന്മാരാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. മനസ്സിലാകുന്നുണ്ട്? അപ്പം തനിക്ക് സമനായിട്ടുള്ളത് ആര് എന്ന് ചിന്തനം ചെയ്തു. അപ്പം മനുവാണിത് ചിന്തിക്കുന്നത്. മനുവിന് സമനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മന്വന്തരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനുവിൻ്റെ ആയുസടക്കം നോക്കണം. അത്രയും കാലം ജീവിക്കാൻ പ്രാപ്തിയുള്ള, അത്രയേറെ വൈഭവമുള്ള ആരാ വേറെ ഉള്ളതെന്ന് ചിന്തിക്കണം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ തത്സമനായിട്ട് കണ്ടത് ആരെയാണ്? ഈ പ്രജാപതിയായിരിക്കുന്ന കശ്യപനെയാണ് തനിക്ക് സമനായിട്ട് കണ്ടത്. തത്സമനം എന്ന് പറഞ്ഞാൽ അത്രയും ആയുർദൈർഘ്യമുണ്ട്, അത്രയും ഐശ്വര്യാദികളുണ്ട്, അത്രയും പുണ്യമാർജിച്ചവനാണ്. മനസ്സിലാകുന്നു? അങ്ങനെയുള്ള കശ്യപന് വിവാഹം ചെയ്തു കൊടുത്തു. അല്ല, കശ്യപനല്ല, കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. ബ്രീഡാലോചന തന്നെ നൽകുമെന്ന് ഓർത്തപ്പോൾ ചീളെന്ന തേർമയിലേറ്റിക്കൊണ്ടുപോയി ചെന്ന് വാളയിലും വിഴിയാളെ കൊടുത്താൽ സ്വയംഭുവന് തൻ്റെ മകളായിരിക്കുന്ന സുന്ദരിയായ ദേവകൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. സാനന്ദം വിവാഹം ചെയ്തിരിക്കുന്ന നാൾ ശുശ്രൂഷാദികളായ സൗജന്യ ഗുണങ്ങൾ കണ്ട അശ്വമാനസനായ കർദമൻ പ്രസാദത്താൽ. കർദമൻ ഈ മഹാപ്രജാപതിയാകാനുള്ള കാരണം എന്താ? തപസ്. സദാ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശീലമുള്ള ആളാണ് ആര്? കർദമ പ്രജാപതി. ആണോ അല്ലേ? ആ കർദമൻ വിവാഹശേഷവും തപസ്സിലേക്ക് തന്നെ മുഴുകി. പക്ഷെ ദേവകൂതി എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ഭർത്താവിൻ്റെ സേവ ചെയ്തുകൊണ്ടേ ഇരുന്നു. ഒരു ദിവസം കർദമൻ നോക്കുമ്പോൾ തൻ്റെ പത്നി തന്നെ വളരെയേറെ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. പലതും നമ്മുടെ മുൻപിലുണ്ടെങ്കിലും കാണണം, പലതും കാണുന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. മനസ്സിലാകുന്നുണ്ട്? നമ്മളെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? നമ്മളത് കാണുന്നില്ല. നമ്മൾ സ്നേഹിക്കുന്ന പലർക്കും നമ്മളെ വേണ്ട എന്നുള്ളതാണ് പരമസത്യം. അപ്പോഴൊക്കെ നമ്മൾ പരാതി പറയും, എന്നെ ആരും സ്നേഹിക്കാനില്ലേ എന്ന്. പക്ഷെ നമ്മളെ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? വേറെ അവരെ കാണാനുള്ള കാഴ്ച ആർക്കില്ല? നമുക്കില്ല. അതാ കുഴപ്പം. ഇപ്പം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ വലിയ ഇഷ്ടമാണ്, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. അതേ സമയത്ത് തന്നെ വേറെ എത്രയോ കൂട്ടുകാർക്ക് എന്നെ വലിയ കാര്യമാണ്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ആരുടെ കുഴപ്പം? മനസ്സിലാകുന്നു? ശ്രദ്ധിക്കുക നിങ്ങൾ. ആകയാൽ കർദമൻ ഒരു ദിവസം ഈ ദേവഭൂതിയെ വളരെ കാര്യമായി ശ്രദ്ധിച്ചു. എന്താ കാരണം? ശുശ്രൂഷാദിയാകിയ സൗജന്യ ഗുണങ്ങൾ കണ്ട്, തൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ കർദമൻ ദേവഭൂതിയോട് ചോദിച്ച്, എന്തു വരമാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന പോലെ അങ്ങിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആരാഗ്രഹിക്കുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ അച്ഛമാനസനായ കർദമൻ പ്രസാദത്താൽ ലബ്ധമാം വിമാനം ആരുഹ്യ ലോകേഷു നടന്നു. ലബ്ധമാം വിമാനം, കർദമ പ്രജാപതി ഉടനെ തന്നെ കിട്ടിയ വിമാനത്തിൽ എന്ത് ചെയ്തു? കണ്ടോ? അപ്പോൾ അന്നത്തെ കാലത്ത് അതുപോലെ എന്തുണ്ട്? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വർണ്ണിക്കുക കേട്ടോ. ആ വിമാനത്തിലേക്ക് ആര് കയറി? കർദമ പ്രജാപതി കയറി തൻ്റെ പത്നിയായിരിക്കുന്ന ദേവകൂതിയോടൊത്ത് ലോകേഷു നടന്നു. ബഹുവചനമാണ്. ലോകങ്ങൾ തോറും സഞ്ചരിച്ചു. എത്രയും ആനന്ദിച്ചു. ഭദ്രാസമുഗ്ധാംഗി, ഭാര്യയോടൊത്ത് വളരെയേറെ സന്തോഷിച്ചു. ഭർത്താവിനോടൊത്ത് വളരെയേറെ സന്തോഷിച്ചു. ആര്? ദേവകൂതി. മറക്കരുത്.
ചില സമയത്തൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ വിവാഹത്തിന് ശേഷം ലോകയാത്ര നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് സസംശയം പറയാം കർദമ പ്രജാപതിയും ദേവഹൂതിയുമാണെന്ന്. അങ്ങനെ ഒരു സംസ്കാരവും നമുക്കുണ്ട്, പാരമ്പര്യവും നമുക്കുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇതൊന്നും പുതിയതല്ല, ഇന്ന് കാണുന്നതൊന്നും. ഇതൊക്കെ പണ്ടും ഉള്ളതാ. മനസ്സിലാകുന്നുണ്ടോ? നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പറയും ഈ കുട്ടികളെയൊക്കെ നോക്കാതെ ഇട്ടിട്ട് പോകുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ മൂക്കത്തൊക്കെ വിരൽ വെച്ചിരിക്കുന്നവരെ കാണാം. ഭാഗവതം പോലുള്ള പുരാണത്തിൽ പറഞ്ഞാൽ അത്രയൊന്നും നടക്കുന്നില്ല. ഉർവശി ഒരു മടിയില്ലാതാണ് ഗുരുരവസനോട് പറയുന്നത്, അടുത്ത വർഷം വരണം, കുട്ടി ഉണ്ടാകും, തന്നുവിടാവുന്നു. പിന്നെന്താ? ഇതൊക്കെ പണ്ടും ഉണ്ടെന്ന്. ഇതൊക്കെ പുതുമയൊന്നും എങ്ങുമില്ല. മനസ്സിലാകുന്നു? എത്ര കാലം എത്ര വർഷം അധ്വാനിച്ച് കൊണ്ട് കൊടുത്താലും ഒരു കാര്യം സാധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒട്ടനെ സ്ത്രീ പുരുഷനെ നോക്കി പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾക്ക് കൊണ്ട് എന്ത് സാധിക്കുമോ? ഒരു മടിയില്ലാതെ. ഇത് തന്നെയാണ് ഉർവശി പുരൂരവസനോട് ചോദിച്ചു, പുരുഷനല്ലേ ഭവൻ എന്നൊരു ചോദ്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട് ഈ ഗ്രന്ഥത്തിൽ. ഇല്ലാത്തതൊന്നുമില്ല. നിസ്സംശയം പറയാൻ എല്ലാം ഇതിൽ തന്നെ. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ ധൈര്യമായിട്ട് നമുക്ക് ഏതെടുക്കാം, ഈ ഗ്രന്ഥം ഉപയോഗിക്കാൻ. ഏത് കാലത്തും ഇതെന്ത് തന്നെയാണ്, ഉപയോഗിക്കാൻ യോഗ്യമായ ഗ്രന്ഥം തന്നെയാണ്. അല്ലാതെ ഒരു കാലത്ത് എഴുതപ്പെട്ടതാ എന്നല്ല. ഇപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പത്തെ സാഹചര്യത്തെ നിർത്തിക്കൊണ്ടാണ് ഇത് എഴുതിയതെങ്കിൽ ഈ ഗ്രന്ഥം നിസ്സംശയം നമുക്ക് പറയാം ആ കാലത്ത് ഉപയോഗിക്കേണ്ടതായിരുന്നു എന്ന് പറയാം. ശരിയല്ലേ? അങ്ങനല്ല. ഇന്നും ഭാര്യാഭർത്താക്കന്മാർ വിദേശയാത്ര നടത്തുന്നത് വിമാനത്തിലാണെങ്കിൽ അന്നും കർത്തവൻ സഞ്ചരിച്ച് വിമാനത്തിലാണ്. സ്പഷ്ടത. ആകയാൽ അക്കാലം അവൾ പെറ്റിട്ട് 9 മകളരും ചൊൽക്കൊണ്ട കപിലനാം മാമുനിപ്രവരനും പൃഥ്വിയിലുളവായി. അങ്ങനെ കർദമ പ്രജാപതിയിൽ നിന്നും ദേവഭൂതി ഗർഭം ധരിച്ച് 9 പെൺമക്കളും 10ാമതായിട്ട് കപിലവാസുദേവനും അവതാരം ചെയ്തു. സത്വരം മരീചി മുഖ്യന്മാർ കൈക്കൊണ്ടിടിന പെണ്ണുങ്ങൾ. അതിൽ പെൺമക്കളെല്ലാം മരീചി, അത്രി, അംഗീരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠനെ പോലെയുള്ള ഋഷീശ്വരന്മാര് സപ്തർഷികളെ വിവാഹം ചെയ്തു. ശ്രീ കപിലാഖ്യൻ തപോനിഷ്ഠയാ പരബ്രഹ്മയോഗാനന്ദവും ചേർന്നും മേവിനാനന്ദിന. എന്ന 10ാമത്തെ പുത്രനായിരിക്കുന്ന ഈ കപിലവാസുദേവൻ സദാ പരബ്രഹ്മപദത്തെ തന്നെ ചിന്തനം ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. വിവാഹാദികളിലൊന്നും ആരും പ്രവർത്തനായില്ല, കപിലൻ പ്രവർത്തനായില്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കർദമൻ നിവൃത്തനായി അങ്ങതി സുഖപരമാനന്ദം ചേർന്നിടുന്നു. ഒരു ദിവസം കർദമ പ്രജാപതി കപിലവാസുദേവന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഞാൻ അറിയുന്നുണ്ട് എൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് എന്നിൽ പ്രസാദിച്ച് ആദിനാരായണൻ തന്നെയാണ് എൻ്റെ മകനായിട്ട് അവതാരം ചെയ്തിരിക്കുന്നതെന്ന്. എൻ്റെ അജ്ഞാനത്തെ അങ്ങ് നിവർത്തിപ്പിക്കണം എന്നപേക്ഷിച്ചു. വാസ്തവത്തിൽ ആദ്യം ഉപദേശിക്കുന്നത് കപിലൻ അച്ഛനെയായിട്ട്. അങ്ങനെ അച്ഛൻ ആത്മജ്ഞാനമൊക്കെ ഉപദേശം ചെയ്തു കൊടുത്ത് അച്ഛൻ്റെ മകൻ്റെ അനുവാദത്തോടുകൂടി അച്ഛൻ ചെന്ന് പരമപദത്തെ പ്രാപിച്ചു, തപസ് ചെയ്തു. മനസ്സിലാകും? അതാണ് ഇവിടെ പറഞ്ഞത്, പരമാത്മാനം ചേർന്നു എന്നതിനനന്തരം താപസി ദേവഭൂതി ചെന്നു നന്ദനായ കപിലാശ്രമം കിട്ടി. അനന്തരം ദേവഭൂതി തൻ്റെ മകനായിരിക്കുന്ന കപിലൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു കപിലനെ കണ്ടു. വന്ദിച്ചു മാതാവിനെ കണ്ട് അകം തെളിഞ്ഞവൻ അമ്മയെ കണ്ടുടനെ തന്നെ നന്നായിട്ട് വന്ദിച്ച് സന്തോഷിച്ചു. സൽക്കാരം ചെയ്ത് ഇരിക്കുമ്പോൾ ചോദിച്ചാൽ മകനോട് സൽക്കാരമൊക്കെ ചെയ്തു കേട്ടു, സ്വസ്ഥമായിട്ട് ഇരുത്തി. അപ്പം ചോദിക്കുകയാണ് മകനോട് അമ്മ, നല്ലതെന്തെനിക്കിനി ശോകത്യാഗാർത്ഥം ബന്ധമോക്ഷത്തെ വരുത്തുക. കുഞ്ഞെ, ഈ ശോകം ദുഃഖമില്ലാതാക്കി സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകാൻ എനിക്കെന്താ നല്ലതായിട്ടുള്ളത്? ഞാൻ എന്ത് ചെയ്താലാണ് കുഞ്ഞെ എൻ്റെ ദുഃഖം ഇല്ലാതാകുന്നത്? എനിക്ക് ഉപദേശിക്കുക. ഞാൻ എന്തു ചെയ്യേണ്ടുന്നത് എങ്ങനെ വേണ്ടു? പരമാനന്ദ സാധ്യം പറഞ്ഞിടും നീ മടിയാതെ. ഈ വാർദ്ധക്യകാലത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഇരിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞു തരിക. ഈ വാക്യം മറക്കരുത്.
ആധ്യാത്മികതയിലേക്ക് പ്രവൃത്തി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഭൗതികതയെ തന്നെ ജീവിക്കുന്നതാണെങ്കിലും വാർദ്ധക്യമാകും ഈ ബോധം ഉണ്ടാകണം എല്ലാ അമ്മമാർക്കും, എല്ലാ അച്ഛന്മാർക്കും. മക്കളുടെ യൗവനത്തിലോട്ട് എത്തി നോക്കാൻ പോകാതെ അവരോട് ചോദിക്കണം, ഈ വാർദ്ധക്യകാലത്ത് ഞാൻ എന്താ വേണ്ടതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആ ബോധം ഉണ്ടാകണം. ദേവഭൂതിക്ക് ഉണ്ടായതുപോലെ. പക്ഷെ ദേവഭൂതി ചോദിച്ചത് ആധ്യാത്മിക പ്രവൃത്തിയിലേക്കുള്ള പ്രവൃത്തിയാണ്. നല്ലതെന്തെനിക്കിനി? മാതാവ് ഇങ്ങനെ ചോദിച്ച നേരം കപിലനും പ്രീതനായി. ഇങ്ങനെ അമ്മ ചോദിച്ചുടനെ കപിലൻ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. അതിനുടൊരു ഉത്തരം ചൊല്ലിയിടിന്. ഉത്തരം പറയാൻ തുടങ്ങി. നിത്യമേ ശരീര സംബന്ധ ഭാവാൽ ബന്ധം. അമ്മ ഈ ബന്ധമുണ്ടാകുന്നത് എവിടുന്നാണെന്നറിയോ? ഞാൻ ശരീരമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ബന്ധമുണ്ടാകുന്നത്. ശരീരം ഞാനാണെന്ന് തോന്നി, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേതാണെന്ന് തോന്നാൻ തുടങ്ങി. ശരിയല്ലേ? ആണോ അല്ലേ? ഇതാരാ? എൻ്റെ ശരീരം, ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ കിടക്കുന്ന വസ്ത്രം ആരുടേതാ? എൻ്റെ. കണ്ട് തുടങ്ങി. ഇവിടെ കുഴപ്പമില്ല. എന്നാൽ തത്ര തത് വിരക്തി വന്ന് ആത്മ അഭിരമ്യത്വാൽ മുക്തിയും, അതിനോട് വിരക്തിയുണ്ടായി, ശരീരം നശിക്കുന്നതാണ് എന്ന ബോധമുണ്ടായി, ഞാൻ ശരീരമല്ലെന്നും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നവനാണെന്നും എനിക്ക് നാശമില്ലെന്നുമുള്ള ബോധമുണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് മുക്തി. മനസ്സിലാകുന്നു? അപ്പോൾ ബന്ധനം എന്താ, മുക്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അമ്മയോട് ഉപദേശിച്ചു കൊടുത്തു. ഇതൊക്കെ എങ്ങനെ സിദ്ധിക്കും? മനോജയം ഉണ്ടെങ്കിൽ മർത്യയോനികൾക്കെല്ലാം, മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു മർത്യയോനികൾക്കെല്ലാം. ഇതിനൊക്കെ ആദ്യം വേണ്ടത് എന്താ? മനസ്സിനെ ജയിക്കണം. മനോജയമുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാകും. ഇവിടുത്തെ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത എന്നുള്ളത്. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യല ഇവിടെ ഭക്തി. മനസ്സിലാകുന്നു? അതായത് തൻ്റെ വാസ്തവിക സ്വരൂപം എന്താണെന്ന് ചിന്തനം ചെയ്യുക, അതാണ് ഇവിടെ ഭക്തി. അതിനെന്ത് വേണം? മനസ്സിനെ ജയിക്കണം. കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ഒക്കെ ആയിരിക്കുന്ന പ്രപഞ്ചം സത്യമാണെന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകിന് പ്രവൃത്തനാകുന്ന ഒരാൾക്ക് ഒരിക്കലും എന്തുണ്ടാകില്ല? ഭക്തി ഉണ്ടാകില്ല. മനസ്സിലാകുന്നു? പ്രത്യേകം പറയുന്നു, ഭക്തി എന്താണ് ഇവിടെ? സ്വസ്വരൂപ അനുസന്ധാനം. ആത്മതത്വത്തെ അറിയാനുള്ള പ്രവണത ഉണ്ടാകില്ല. ആത്മാവിനെ അറിയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ആദ്യം എന്ത് വേണം? മനസ്സിനെ ജയിക്കണം. എന്ത് ഇങ്ങനെ പറയാൻ കാരണം? മനസ്സിനെ ജയിക്കണമെന്ന്. നിശ്ചയം മനസ്സ്, അതിന് കാരണം എല്ലാത്തിനും കാരണം മനസ്സാണ്. അത് തന്നെ കാരണം. ഭഗവാനും പറയും, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. അർജുന, മനസ്സ് മാത്രമാണ് ഏവ എന്നാ പറയുന്നത്. മന ഏവ മനുഷ്യാണ്. മനുഷ്യന്റെ മനസ്സാണ് സകല ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. മനുഷ്യന്റെ കണ്ണ് അപകടകാരിയല്ല, മൂക്കോ നാക്കോ തൊക്കോ ചെവിയോ അപകടകാരിയല്ല, കയ്യും കാലും വായു ഉപസ്ഥവും വാക്കും ഒന്നും അപകടകാരിയല്ല, ബുദ്ധി അപകടകാരിയല്ല, ചിത്തം അപകടകാരിയല്ല, അഹങ്കാരം അപകടകാരിയല്ല. മനസ്സ് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കണ്ണിൻ്റെ പുറകിന് പോയി കാണും, കാതിൻ്റെ പുറകിന് പോയി കേൾക്കും, മൂക്കിൻ്റെ പുറകിന് പോയി മണക്കും, നാക്കിൻ്റെ പുറകിന് പോയി രുചിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ശരീരമാണെന്ന് ധരിക്കും തുടങ്ങി. പിന്നെ ശരീരത്തിൻ്റെ ദുഃഖമൊക്കെ ആരുടെ ദുഃഖമായി? മനസ്സിലാകുന്നുണ്ട്? ആകയാൽ മനസ്സാണ് സകലത്തിനും കാരണം. മനസ്സ് താൻ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് ബന്ധനമായി. മനസ്സ് താൻ ആത്മാവാണെന്ന് ചിന്തിക്കുമ്പോൾ മോക്ഷമായി. അതുകൊണ്ട് പരമാവധി മനസ്സിനെ എപ്പോഴും നിങ്ങൾ പഠിപ്പിച്ചോണം കേട്ടോ. ഞാൻ ശരീരമല്ല എന്ന് പറയാൻ. തൻ്റെ സ്വരൂപം ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നവനാ ഞാൻ എന്നുള്ള ബോധം ആർക്കുണ്ടാകട്ടെ.
മനസ്സിലാകുന്നുണ്ടോ? അവിടെയും മനസ്സിലാകുന്നു എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, മനസ്സല്ലേ പ്രശ്നം. സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം പുരുഷാർത്ഥം. ഇതമാത്മജൻ വചനങ്ങളെ ശ്രുത്വ അഭിഭക്തയാം തപസ്വിനിതാനത ചോദ്യം ചെയ്തു. ഇങ്ങനെ സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം, സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നതിന് ആദ്യം മനസ്സിനെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഇങ്ങനെ മകൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ തപസ്വിനി ചോദിച്ചു. ഭർത്തൃശുശ്രൂഷ എന്ന് പറയുന്നത് തപസ് ചെയ്തവളാണ് ആര്? ദേവഹൂതി. ആ തപസ് ചെയ്തിട്ടുള്ള ദേവഹൂതി ചോദിച്ചു, ഭക്തിലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴിപോലെ വിസ്തരാൽ ചൊല്ലിയിടണം. ഭക്തിയുടെ ലക്ഷണം എന്താണെന്നും യോഗത്തിന്റെ ലക്ഷണം എന്താണെന്നും കുഞ്ഞെ നീ എനിക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം. എന്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, എന്തിനെയാണ് യോഗമെന്ന് പറയുന്നത്, എനിക്ക് പറഞ്ഞു തരണം. ചൊല്ലുവൻ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഭക്തി സ്വാത്വികയല്ലോ. ഭക്തി എന്ന് പറയുന്നത് സാത്വികമാണ്. മുഖ്യ കല്യാണമോട് ചേർന്ന് യോഗമായത് മോക്ഷം. ഭക്തി എന്ന് പറയുന്നത്, ഭക്തി സാത്വികമാണ്. കല്യാണമോട് ചേർന്ന് യോഗമായി അത് മോക്ഷം. അതെന്തിന് കാരണമാകുന്നു? യോഗത്തിന് കാരണമാകുന്നു. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടക്കമാണ്. യോഗശ്ചിത്തവൃത്തി നിരോധ. മനസ്സിൻ്റെ വൃത്തികളെ അടക്കുമ്പോഴതിന് പറയുന്ന പേരാണ് യോഗം. ഇതാണ് മോക്ഷം. മനസ്സിലാകുന്നു. അപ്പോൾ ഭക്തി ഉണ്ടാകുമ്പോൾ അതെന്തായിട്ട് മാറും? യോഗമാകും. അതെന്താകും? മോക്ഷമാകും. സ്വസ്വരൂപനുസന്ധാനം ചെയ്യുമ്പോഴാണ് യോഗമുണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഒരു അജ്ഞാനിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സെപ്പോഴും പുറത്താണ്. കണ്ണിലൂടെ പുറത്തോട്ട്, കാതിലൂടെ പുറത്തോട്ട്, മൂക്കിലൂടെ പുറത്തോട്ട്, നാക്കിലൂടെ പുറത്തോട്ട്, തൊക്കിലൂടെ പുറത്തോട്ട്. കണ്ടോ? ശരിയല്ലേ? പുറത്തുള്ളത് കാണുക, കേൾക്കുക, തൊടുക, മണക്കുക, രുചിക്കുക. അത് മാറി ഉള്ളിലേക്ക് ആക്കണം മനസ്സിനെ. മനസ്സിൻ്റെ വൃത്തികളെ അടക്കണം. ഇന്ദ്രിയങ്ങളുടെ പിറകിനുള്ള പോക്കിനെ ഇല്ലാതാക്കണം. അത്ര എളുപ്പമല്ല. അതെങ്ങനെയാ സ്വാമി? തൻ്റെ കാമുകനെ തന്നെ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാമുകി പലപ്പോഴും അറിയുന്നില്ല തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇതുപോലെ ആകണം. അപ്പം അത് മോക്ഷത്തിന് കാരണമാണ്. തത്സ്വയം പ്രകൃത്യാം കാലാത്മാവാം പരമാത്മാ ചിത് സ്വയം ജ്യോതിർഭാവാനന്ദ സംപ്രതിയാലേ. വീര്യം ആശ്രയമായിട്ടുണ്ടായി മഹത്തത്വം. കാലാത്മാവായിരിക്കുന്ന പരമാത്മാവ്, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന പരമാത്മാവിൻ്റെ ശക്തിയാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതി 3 ഗുണങ്ങളോട് കൂടിയതാണ്. 3 ഗുണങ്ങളോട് കൂടിയതിൽ ആദ്യത്തെ ഗുണമാണ് സാത്വികം, രണ്ടാമത്തെ ഗുണമാണ് രാജസം, മൂന്നാമത്തെ ഗുണമാണ് താമസം. ഇപ്പം എങ്ങനെയാ? ആ കാലസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന പരമാത്മാവിൻ്റെ ശക്തിയാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതി 3 ഗുണത്തോടു കൂടിയത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ ഇതേ കാലസ്വരൂപനായിരിക്കുന്ന ആത്മാവിൻ്റെ ചൈതന്യം ചെന്ന് ഈ സത്വഗുണത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് മഹത്തത്വം. എന്തെന്ന് പറയും? ഇതാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ ഉത്പത്തി അങ്ങനെ ഉണ്ടായത്. അതിൽ തന്നെ ഈ സത്വഗുണം, സത്വത്തിലെ സത്വം, സത്വത്തിലെ രജസ്, സത്വത്തിലെ തമസ് എന്ന് 3ആയിട്ടുണ്ട്. അതിൽ സത്വത്തിലെ ചെന്ന് ഈ കാലസ്വരൂപന്റെ ചൈതന്യം പ്രവർത്തിക്കുമ്പോൾ പതിക്കുമ്പോഴാണ് വിഷ്ണുവായിട്ട് മാറുന്നത്, ജഗത്തിനെ പരിപാലനം ചെയ്യുന്നത്. സത്വത്തിലെ രജസിൽ ചെന്ന് പതിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ ബ്രഹ്മാവായിട്ട് മാറുന്നത്. മനസ്സിലാകുന്നു?
സത്വത്തിലെ തമസിൽ ചെന്ന് പ്രതിഫലിക്കുമ്പോഴാണ് ജഗത്തിന്റെ സംഹാരകനായ രുദ്രനായിട്ട് മാറുന്നത്. അപ്പൊ ജഗത്തിന്റെ സൃഷ്ടാവും ജഗത്തിന്റെ പരിപാലകനും ജഗത്തിന്റെ സംഹാരകനുമായത് കാലസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. സത്വഗുണത്തിൽ പ്രതിഫലിച്ച നിഴലുകളാണ്. ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മഹത്തത്വം അഥവാ ഈശ്വരൻ. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും സ്പഷ്ടമാകുന്നു. അവ തമ്മിൽ ഭേദമൊന്നുമില്ല, മൂന്നും ഒന്ന് തന്നെ. പിന്നീട് ഈ രജോ ഗുണത്തിൽ പ്രതിഫലിക്കപ്പെട്ട ചൈതന്യം, ആ ചൈതന്യമാണ് സമഷ്ടി അഹങ്കാരമാകുന്നത്. അതാണ് അടുത്തതായിട്ട് പറഞ്ഞത്. കാര്യമായി അതിൽ അഹങ്കാരം എന്നറിയണം. ഈ രജോ ഗുണത്തിൽ പ്രതിഫലിക്കപ്പെട്ട ചൈതന്യത്തെയാണ് സമഷ്ടി അഹങ്കാരം എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്നത്. രജോ ഗുണത്തിലും സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അതിലെ രജസിലെ സത്വത്തിൽ പ്രതിഫലിക്കപ്പെട്ട ഈ കാലസ്വരൂപിയുടെ ചൈതന്യമാണ് മഹാതപസ്വികളും മഹാജ്ഞാനികളും ഒക്കെ ആയത്, ദേവന്മാരും ഒക്കെ ആയി മാറിയത്. രജോ ഗുണത്തിൽ പ്രതിഫലിക്കപ്പെട്ട ജീവന്മാരാണ് കർമ്മനിഷ്ഠന്മാരായ ജനകനെയൊക്കെ പോലുള്ളവരായത്. രജോ ഗുണത്തിലെ തമോ ഗുണത്തിൽ പ്രതിഫലിക്കപ്പെട്ട ജീവന്മാരാ ആലസ്യം, നിദ്ര, മയക്കം ഇതൊക്കെ ഉള്ളവർ, എവിടെങ്കിലും ഇരുത്തി അവിടെ നിന്ന് ഉറങ്ങിക്കളയുന്നവർ. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് എന്തിൻ്റെ ഉത്പത്തി? അഹങ്കാര തത്വത്തിൽ, അതായത് ജീവന്റെ ഉത്പത്തി. ഇവിടെ അഹങ്കാരം എന്നതുകൊണ്ട് ജീവനെ അറിയണം. ഇപ്പൊ ഈശ്വരന്റെ ഉത്പത്തി പറഞ്ഞു, ജീവന്റെ ഉത്പത്തിയും പറഞ്ഞു. പിന്നെയോ വൈകാരം, രാജസം, താമസം എന്നിവ മൂന്ന് ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോലെ അതിങ്കൽ നിന്നുണ്ടായി. മൂന്നാമത്തെ ഗുണമാണ് തമോ ഗുണം. ആ തമോ ഗുണത്തിൽ നിന്നാണ് ഈ തമോ ഗുണത്തിലോട്ട് ഈ ബ്രഹ്മപ്രതിഫലനം ചെന്ന് പതിക്കുമ്പോൾ തമോ ഗുണം രണ്ടായിട്ട് മാറും. ആവരണവും വിക്ഷേപവും. എന്തൊക്കെയാണ് ഇതിൽ? ആവരണം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തെ മറയ്ക്കല്. ഈ മൈക്ക് നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോഴോ ഇതുപോലെ വാസ്തവികമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ മറച്ചു കളയും. ഇതാണ് ആവരണം. മറച്ചത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് മറ്റൊന്നായിട്ട് തോന്നുകയാണെങ്കിൽ, അരണ്ട വെളിച്ചത്ത് കയറാ കിടന്നത്, പക്ഷെ കയറിനെ മറച്ചു കളഞ്ഞു ആവരണം. കയറ് കാണാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കയറിനെ സർപ്പമായിട്ട് കണ്ടാലും ഭയമുണ്ടായി. ഇപ്പൊ സ്വരൂപത്തെ മറയ്ക്കുകയും അതിനെ മറ്റൊന്നാക്കി കാട്ടുകയും ചെയ്തു. മറ്റൊന്നായിട്ട് കാട്ടുന്നതാണ് വിക്ഷേപം. അപ്പൊ ഈ തമോ ഗുണത്തിൽ നിന്നും ആവരണവും വിക്ഷേപവും ഉണ്ടാകുന്നു. ഈ വിക്ഷേപത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്നും അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി എന്ന പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടാകുന്നു. മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് സുപ്രബോധേന ഗ്രഹിക്കുന്നതല്ല, വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലെന്ന് ആദ്യമേ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇല്ലതാണ്. അപ്പൊ അതിൽ നിന്നും ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്നും എന്തുണ്ടായി? അതിൻ്റെ കാര്യമായിരിക്കുന്ന വായുവുണ്ടായി, വായുവിൽ നിന്നും അഗ്നിയുണ്ടായി, അഗ്നിയിൽ നിന്നും ജലമുണ്ടായി, ജലത്തിൽ നിന്നും പൃഥ്വിയുണ്ടായി. പക്ഷേ ഈ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മമാകട്ടെ, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാണ് ഉണ്ടായത്, അവയുടെ തന്മാത്രകൾ. അതിങ്കിൽ നിന്നുണ്ടായ ചതുർവിംശതി തത്വം, അതിങ്കിൽ നിന്ന് ഉളവായി ബ്രഹ്മാണ്ട വിരാടംഗം. നോക്കിയാൽ നിങ്ങൾ, ഇവിടെ പറയാൻ പോകുന്നൊരു സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തത്തിൽ 24 തത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് സാഖ്യന്റെ മതമനുസരിച്ച് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ. സാഖ്യന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒന്നാമതായിട്ട് സാഖ്യൻ അംഗീകരിക്കുന്നതാണ് പുരുഷനെ, രണ്ടാമതായിട്ട് അംഗീകരിക്കുന്നതാണ് പ്രകൃതി, മൂലപ്രകൃതി. ഇപ്പം എത്ര തത്വമായി? 2 തത്വം. ആ മൂലപ്രകൃതിയിൽ നിന്നും അടുത്തതായിട്ടുണ്ടാകുന്നതാണ് മഹത്തത്വം. എത്രയായി? അടുത്തതായിട്ട് ആ മഹത്തത്വം കഴിഞ്ഞുണ്ടാകുന്നതാണ് സമഷ്ടി അഹങ്കാരം. ഇപ്പം എത്രയായി?
4 ഇനി അടുത്തതായിട്ടുണ്ടാകുന്നത് 11 ഇന്ദ്രിയങ്ങൾ. എത്ര ഇന്ദ്രിയങ്ങളുണ്ടാകും? 11 ഇന്ദ്രിയങ്ങൾ. ഏതൊക്കെ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവിയെ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, മനസ്സ്. അപ്പൊ ഇപ്പൊ എത്രയായി ആകെ മൊത്തം? 11 4 15 തത്വം ഉണ്ടായി. ശരിയല്ലേ? പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകൾ. ആകാശമുണ്ടായി, വായുവുണ്ടായി, അഗ്നിയുണ്ടായി, ജലമുണ്ടായി, ഭൂമിയുണ്ടായി. ഇപ്പൊ എത്രയായി? 19 അല്ലേ? 20 തത്വം. ശരി. അടുത്തതായിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രയിൽ നിന്നും സ്ഥൂലമായിരിക്കുന്ന പഞ്ചഭൂതം ഉണ്ടാകും. മനസ്സിലാകുന്നു? സൂക്ഷ്മമായ പഞ്ചഭൂതത്തിൽ നിന്ന് അടുത്തതായിട്ടുണ്ടാകുന്നത് സ്ഥൂലമായത്. അതിന് പറയുന്ന പേരാണ് പഞ്ചീകരണം എന്നത്. പഞ്ചീകരിക്കപ്പെട്ട 5 ഭൂതങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇപ്പൊ ആകെ മൊത്തം എത്രയായി? 24 തത്വങ്ങൾ. 24 തത്വം. 24 തത്വത്തെ അംഗീകരിക്കും. ഏതൊക്കെയാ ഉണ്ടായെന്ന് നോക്കിയാൽ നിങ്ങൾ? പ്രകൃതി, പുരുഷൻ, പിന്നെയോ മഹത്തത്വം, സമഷ്ടി അഹങ്കാരം, 11 ഏകാദശ ഇന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, അവയുടെ സൂക്ഷ്മ തന്മാത്രകൾ, സ്ഥൂല തന്മാത്രകൾ. ആകെ മൊത്തം യോഗ സിദ്ധാന്തം അനുസരിച്ചുള്ള സാഖ്യത്തിൽ 25 തത്വത്തെ അവര് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പുറത്ത് പുരുഷനെ കൂട്ടാതെ എന്ത് വരുന്നു? 24 തത്വത്തെ അംഗീകരിക്കും. അതിന് ചൈതന്യമാകുന്നത് പരബ്രഹ്മം. അതിങ്കേന്നുള്ളവായി ബ്രഹ്മാണ്ട വിരാടങ്ങൾ. ഇതിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉത്പത്തി. അതായത് സൂക്ഷ്മമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നും സൂക്ഷ്മമായ ലോകങ്ങളുടെ ഉത്പത്തി ഉണ്ടായി. സ്ഥൂലമായ പഞ്ചഭൂതത്തിൽ നിന്ന് സ്ഥൂല ലോകങ്ങളുടെ ഉത്പത്തി ഉണ്ടായി. അപ്പൊ മനസ്സ് പോലെയുള്ളവ ഉണ്ടായത് സൂക്ഷ്മമായിരിക്കുന്ന പഞ്ചഭൂതത്തിൽ നിന്നാണ്. മനസ്സിലാകുന്നു? ഇന്ദ്രിയങ്ങളൊക്കെ സൂക്ഷ്മമായതിൽ നിന്നുണ്ടായത്. അപ്പൊ ആത്മയോഗത്തിന് എളുതായിരിക്കുന്ന നാരായണ ധ്യാനത്തെ ചൊല്ലാം എന്ന് പറഞ്ഞാണ് താഴോട്ട് എന്ന് വർണ്ണിക്കുന്നത്. ഭഗവാന്റെ കേശാദിപാദ വർണ്ണന, പാദാദികേശ വർണ്ണനയൊക്കെ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ എന്ത് ചെയ്തു കൊള്ളണം? സദാ ധ്യാനം ചെയ്യണം, ചിന്തനം ചെയ്യണം. അതിനുവേണ്ടിയാണ് വർണ്ണിച്ചത് ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം ചന്ദ്രികാ മൃദുസ്മിത സുന്ദര മുഖാംബുജം എന്ന് പറഞ്ഞ് ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണനം ചെയ്തത്. ആ സ്വരൂപത്തെ തന്നെ സദാ ചിന്തനം ചെയ്തിരിക്കണം. പാദാദികേശാന്തം തന്മാനസമർപ്പോളം ശീലിച്ചു കൊള്ളണം എന്നാകിൽ എത്രയും അത്യുത്തമം. ആ ഭഗവാന്റെ പാദാദികേശം വരെയും കേശാദിപാദം വരെയും ഇടതടവില്ലാതെ എന്ത് ചെയ്തു കൊള്ളണം? ചിന്തനം ചെയ്യാൻ ശീലിച്ചു കൊള്ളണം. എങ്കിൽ എത്രയും അത്യുത്തമം. മറ്റു ചിന്തനം ചെയ്യുന്നത് പോലെ അല്ലിത്. ഈ ചിന്തനം ഏറ്റവും ഉത്തമമായ ചിന്തനമാണ്. അതിനൊരുപാട് അധ്വാനമൊന്നും വേണ്ട കേട്ടോ. ഭഗവാന്റെ സ്വരൂപം ചിന്തിക്കാൻ എന്താ പറയുന്നു? അനുഗ്രഹമുണ്ടെങ്കിൽ ഉള്ളത്. ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിശ്രമമൊന്നും വേണ്ട, വേഗം ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആദ്യം എന്ത് ചെയ്തു കൊള്ളണം? ഈശ്വരാനുഗ്രഹം സമ്പാദിച്ചു കൊള്ളണം. ഈശ്വര കൃപയുള്ളവർക്ക് വളരെ വേഗമാണ് ഈ സാക്ഷാത്കാരമൊക്കെ. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് വളരെ വേഗമാണ് മോക്ഷം എന്ന് പറഞ്ഞത്. അതായത് സ്വരൂപത്തെ അറിയാൻ ഒരു അധ്വാനവും വേണ്ട, വേഗമാണ്. മനസ്സിലാകുന്നു? ആകയാൽ ഓരോരോ അംഗങ്ങൾ ചിത്തതാരിങ്ങൾ ഉറപ്പിച്ചാൽ പിന്നിലെ പാരാതെ മറ്റേതെങ്കിലും ആകുമ്പോൾ അത് പിന്നെ മാനസം തന്നിൽ കിടക്കായെങ്കിൽ മറ്റേതേ പോലെ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കുക. ആദ്യം പാദം ചിന്തിക്കുക, കണങ്കാല് ചിന്തിക്കുക, ഒരു ചിന്തിക്കുക, നാഭി ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിക്കുക. അതിൽ പാദം ചിന്തിച്ചതിന് ശേഷം ഉറച്ചെങ്കിൽ കണങ്കാല് ചിന്തിക്കുക. അന്നേരം ആദ്യത്തെ പാദം മാഞ്ഞു പോകുന്നുവെങ്കിൽ തിരിച്ചു വന്ന് വീണ്ടും പാദത്തെ തന്നെ ചിന്തിക്കുക. മനസ്സിലാകുന്നുണ്ട്? ഓരോ അംഗങ്ങൾ ഉറപ്പിച്ച് അടുത്തതിലേക്ക് പ്രവേശിക്കുക. വീട് പണിയുന്നത് പോലെ ആദ്യം തറകെട്ട് പിന്നെ ഇങ്ങനെ പതുക്കെ 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 എന്നുള്ള രീതിയിൽ ഉറപ്പ് വരട്ടെ. ചില വീടുകൾ കണ്ടില്ല, ഫൗണ്ടേഷൻ കെട്ടി വർഷങ്ങളോളം ഇട്ടേക്കും. അതുപോലെ ഉറക്കേണ്ടെന്ന്
പാദം തൊട്ട് കേശം വരെയും. അങ്ങനെ സദാ ചിന്തനം ചെയ്യുക. പാദപങ്കജം പീതവാസസം നാഭിപത്നി, പാതാരബിന്ദം ചിന്തനം ചെയ്യുക. മഞ്ഞപ്പട്ട് ചിന്തനം ചെയ്യുക. നാഭി ചിന്തനം ചെയ്യുക. ശ്രീവത്സ വക്ഷോദേശം വക്ഷസ് ചിന്തനം ചെയ്യുക. കൗസ്തുഭവും വനമാലകളും ഒക്കെ ചിന്തനം ചെയ്യുക. പാണികൾ ചിന്തനം ചെയ്യുക. മുഖപത്മം ചിന്തനം ചെയ്യുക. ഊർധപുണ്ഡ്രങ്ങൾ ചിന്തനം ചെയ്യുക. നേത്രങ്ങൾ ചിന്തനം ചെയ്യുക. ഇങ്ങനെ പിന്നെയും പിന്നെയും മാനസമുറപ്പോളം മേന്മേൽ അനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുദിച്ചിടും ഭക്തിയുളകാതെ. ഇങ്ങനെ ചിന്തനം ചെയ്ത് 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 ഒരു ദിവസം ഇതുള്ളിൽ പ്രത്യക്ഷപ്പെടും. പല ആളുകളും എത്ര നിസ്സാരം, എനിക്ക് കണ്ണടച്ചാൽ അന്നേരെ കാണാറുണ്ട്. ദൂരം കള്ളവോ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എന്തോരം വലിയ കളവാണെന്നറിയോ? സ്വാമി എനിക്ക് കണ്ണടച്ച നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ പ്രക്രിയകളെ കുറിച്ച് ഇത്രയും അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. മനസ്സിലാകുന്നു. അങ്ങനൊന്നും കാണുക സാധ്യം അല്ല. അംഗ ഉപാംഗങ്ങളായിട്ട് നിരന്തരം ചിന്തനം ചെയ്ത് 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 ഒരിക്കൽ പ്രത്യക്ഷപ്പെടും, ഉള്ളിൽ തെളിയും. അതുവരെ എന്ത് ചെയ്യണം? ചിന്തനം ചെയ്യണം. ഇന്നും നാളെ ഒന്നും തെളിയില്ല കേട്ടോ, വർഷങ്ങൾ വേണ്ടി വരും. അവരവരുടെ സംസ്കാരം അനുസരിച്ച് ചിലർക്ക് വേഗം, ചിലർക്ക് വൈകി, ചിലർക്ക് വരും ജന്മങ്ങളിലാണ് തെളിയുന്നത്. മനസ്സിലാക്കി. അങ്ങനെ പ്രത്യക്ഷീഭവിക്കുന്നത് വരെ ചിന്തനം ചെയ്യണം. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോഴോ താനേ വന്നുറച്ചിടും ഭക്തിയും ഇളകാൻ. അങ്ങനെ ഭഗവാൻ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുമ്പം തനിയേ ഉണ്ടാകുന്നതാണ് ഭക്തി. അപ്പോഴേ ഭക്തി ഉണ്ടാകൂ. അതിനു മുമ്പ് ഉണ്ടായതൊന്നും എന്തല്ല, ഭക്തിയല്ല. അതല്ലേ നമ്മൾ പല ഭക്തന്മാർ നിന്നോട് ഭഗവാൻ ചോദിക്കൂടാ. ഇതിനാരെ കൂട്ടുപിടിച്ചു? എന്നിട്ട് പറയുന്നത് നമ്മൾ ആരാണെന്ന്, ഭക്തനാണെന്ന്. ശരിയല്ല, ഇതൊന്നുമല്ല ഭക്തി. ആ സ്വരൂപം ഉള്ളിൽ പ്രത്യക്ഷീഭവിക്കുമ്പം തനിയേ ഉണ്ടാകുന്നതാണ് ഭക്തി. ഇപ്പം നിങ്ങളൊരു നല്ലൊരു ബാഗ് കണ്ടു, അത് കണ്ട നിമിഷം തൊട്ട് നിങ്ങൾക്ക് ആ ബാഗ് കണ്ട നിമിഷം തൊട്ടൊരാഗ്രഹം അതുപോലൊന്ന് വേണം. മനസ്സിലാകുന്നുണ്ടോ എന്നൊരു ചിന്ത. അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. അവസരം കിട്ടുമ്പോൾ അത് വാങ്ങണം എന്നൊരു ചിന്ത. സദാ അത് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഉള്ളിൽ ആ സ്വരൂപം തെളിയുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു പ്രേമമുണ്ട്. മനസ്സിലാകുന്നു. അത് തന്നെ ചിന്തനം ചെയ്യുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് സദാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ? ഉണ്ടോ ഇല്ലേ? സദാ ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടാൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം നിങ്ങൾ കരുതി വെക്കും. ആണോ അല്ലേ? ഇതുപോലെ ആ സ്വരൂപത്തോട് ഇഷ്ടം ഉണ്ടാകട്ടെന്ന്. അപ്പൊ സനിയെ ഉണ്ടാകുന്നതാണ് ഭക്തി. തുടർന്ന് ഭക്തിയെ കുറിച്ച് വർണ്ണന ചെയ്തു. ഭക്തി 4 തരമുണ്ടെന്ന് അമ്മയ്ക്ക് ഉപദേശിച്ചു. സാത്വികവും രാജസവും താമസവും പിന്നെ ഗുണാതീത എന്ന പേരിലും ഭക്തിയെ 4ആയിട്ട് വർണ്ണിച്ചു. ഇങ്ങനെ അമ്മയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അമ്മയുടെ അജ്ഞാനമൊക്കെ നിവർത്തിപ്പിച്ചു. സ്വാമിക്ക് തിരുവനന്തപുരം വരെ പോകേണ്ടതുകൊണ്ട് കേട്ടോ, എടുത്ത് റെക്കോർഡ് ചെയ്തത് പലതും മാഞ്ഞു പോയതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് കൊണ്ടായില്ലെങ്കിൽ ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യാമായിരുന്നു, വിസ്തരിച്ച് പറയാമായിരുന്നു. ഇത്യാദി മാതാവോട് അരുൾ ചെയ്ത നിർണയം വരും വണ്ണം ആത്മതത്വാർത്ഥത്തെയും തന്നിൽ ആന്മാർ കാട്ടിക്കൊടുത്തു തെളിയിപ്പിച്ചു. ഇപ്രകാരം അമ്മയ്ക്ക് ആത്മതത്വത്തെ ഉപദേശം ചെയ്ത് കൊടുത്ത് അതിനെ സാക്ഷാത്കരിപ്പിച്ചു കൊടുത്തു. അന്യോനാനന്ദം വളർന്ന് അഞ്ജസ രമിപ്പിച്ചാൽ അമ്മയ്ക്ക് വർദ്ധിച്ച ആനന്ദം പരമാനന്ദത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ചു. പിന്നെ തന്മകൻ തനിക്ക് ആത്മജ്ഞാനാർത്ഥം ഗ്രഹിപ്പിച്ചത് അമ്മയും തെളിഞ്ഞു കണ്ടു. ആനന്ദ വിവശയായി. തൻ്റെ മകൻ തനിക്ക് ആത്മജ്ഞാനത്തെ ഉപദേശം ചെയ്ത് തന്നത് കണ്ട് അമ്മയും ആനന്ദിച്ചു. നന്ദനൻ ആശീർവാദം ചെയ്ത് അനുച്ചയും കൊണ്ട് നിന്നു വന്ദിച്ചു. നിജ ദേഹാദിഭ്രമങ്ങളും നിർമ്മായും ഉപേക്ഷിച്ചു. മകൻ അനുഗ്രഹം നൽകി
വാസ്തവത്തിൽ അനുഗ്രഹം ആർക്കാ കൊടുക്കേണ്ടത്? ഗുരു ശിഷ്യനാ കൊടുക്കേണ്ടത്. ഇവിടെ മകനാ ഗുരുവായിരിക്കുന്നത്. പക്ഷെ മകൻ എത്ര വലിയ ഗുരുവായാലും അമ്മയെ അനുഗ്രഹിക്കാനുള്ള പ്രാപ്തി ആർക്കില്ല? മകനില്ല. ഇതാണ് അമ്മയുടെ മഹത്വം. അതെത്ര നീചയുമായിക്കൊള്ളട്ടെ, എത്ര ശ്രേഷ്ഠയുമായിക്കൊള്ളട്ടെ, മനസ്സിലാകുന്നു? പ്രവൃത്തിയിൽ എത്ര നീചത്തരം ചെയ്ത ആളുമായിക്കൊള്ളട്ടെ, അമ്മയാണോ സ്ഥാനം കൊണ്ട് എപ്പോഴും ആര് തന്നെയാണ്? വന്ദനീയ തന്നെ. കാരണം ഈ ശരീരം ഉരുവാകാൻ കാരണം ആരാണ്? തെറ്റും ശരിയും എന്താണ് എന്ന് അറിയാനുള്ള പ്രാപ്തി ഉണ്ടാകാൻ, ഈ ശരീരം ഉണ്ടാകാൻ കാരണം അമ്മയാണ്. ആ കടം വീട്ടുക ഒരു ജന്മം കൊണ്ട് എന്തല്ല സാധ്യമല്ല. അതുകൊണ്ട് ഭാഗവതത്തിൽ പറഞ്ഞത് തൻ്റെ മകനെ നന്ദനൻ ആശീർവാദം ചെയ്തു, മകനെ അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ ആരാ അനുഗ്രഹിക്കേണ്ടത്? മകൻ അമ്മയാണ് ഇവിടെ അനുഗ്രഹിക്കേണ്ടത്. കാരണം ഗുരുവായിട്ട് ആരാ നിൽക്കുന്നത്? പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് താഴെയേ ഉള്ളൂ സകലതും, അതിന് മുകളിൽ ആരും. ഭഗവാനും വിളിക്കുന്ന, അമ്മയും വിളിക്കുന്ന, ആറെടുക്കെ പോകണം. ശിവനും വിളിച്ചു, അമ്മയും വിളിച്ചു, ആറെടുക്കെ പോകണം. അമ്മയുടെ അടുക്ക വേണം പോകാൻ, ഇല്ലെങ്കിൽ ശിവന്റെ കോപം ഉണ്ടാകും. സ്പഷ്ടം, മറക്കരുത്. അത്ര ശ്രേഷ്ഠത്വമുണ്ട് അമ്മയ്ക്ക്. സന്യസിക്കണമെങ്കിൽ പോലും അമ്മയുടെ അനുവാദം വേണം. അമ്മയെ അനുവദിച്ചില്ലെങ്കിൽ എന്തില്ല, ആ അമ്മയെ ആ കടത്തിണ്ണയിലൊക്കെ കൊണ്ട് കളയും. ജന്മകാലത്ത് ഗതി കിട്ടും. ഇവിടെ തീരുകല്ലോ, കിടക്കുകയല്ലേ മുമ്പോട്ട്. കടത്തിണ്ണെ കിടക്കാനുള്ള യോഗം അമ്മ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വേറെ കാര്യം. പക്ഷേ ഒന്ന് അമർത്തി തിരുമിയിരുന്നെങ്കിൽ ഈ ദ്രോഹം അവർക്കുണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ട്? അതവർ ചെയ്യാതെ പോയതാണ് ഇന്നവരെ ഈ കടത്തിണ്ണെ കൊണ്ട് കളയാൻ കാരണം. മറക്കരുത്. അമ്മയ്ക്ക് വൃത്തിയില്ലെന്ന് പറയുന്ന മകൻ വൃത്തി ചെയ്ത് അറിയാതെ കിടന്നവന് ശരിയോ തെറ്റോ? ഇവൻ തന്നെ ഇവരുടെ ശരീരം എത്ര പ്രാവശ്യം വൃത്തികേടാക്കിയത്. അന്ന് ഇവന് വൃത്തിയില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഒന്ന് വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഓർത്തു നോക്ക്. ശരിയോ തെറ്റോ? ഇവൻ കാരണം എത്രയോ പ്രാവശ്യം കുളിക്കുകയും വസ്ത്രം മാറുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് വൃത്തിയില്ല എന്ന് അമ്മയെ നോക്കി പറയുന്നവൻ അന്ന് ഇവനെ വൃത്തിയില്ല എന്ന് പറഞ്ഞ് എടുത്തൊരു ഏറ് കൊടുത്തിരുന്നെങ്കിൽ പറയാൻ ആരും കാണില്ലായിരുന്നു. അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്യാത്തതാ കുഴപ്പം. മനസ്സിലാകുന്നുണ്ടോ? ഓർത്തുകൊള്ളണം. ആകയാൽ ആശീർവാദം ചെയ്ത് അനുജ്ഞയും കൊണ്ട് നിന്ന് വന്ദിച്ചു. നിജദേഹാദിഭ്രമം നിർമ്മായം ഉപേക്ഷിച്ചു. ദേഹാദിഭ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചു. താൻ ശരീരമാണെന്നുള്ള ചിന്തയെല്ലാം ഇല്ലാതായി. സന്മയം പരബ്രഹ്മം അമ്പരസമം സർവാർത്ഥേഷു കണ്ടു. ആകാശം പോലെ സർവത്ര ആ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നതായിട്ട് ആരറിഞ്ഞു? അമ്മയറിഞ്ഞു. ഉണർവോടെ ലോകേഷു നീള നടന്നു. തെളിഞ്ഞ മനസ്സോടെ ലോകങ്ങൾ മുഴുവനും സഞ്ചരിച്ച് ആനന്ദാത്മാനം ചേർന്ന് ശോകനാശനമായ സംസാരമോക്ഷത്തെയും സാധിച്ചു. അങ്ങനെ ആനന്ദത്തോടെ ആയുർശേഷം നടത്തി. ആയുസ് മുഴുവനും ആനന്ദത്തോടെ സഞ്ചരിച്ച് സംസാരമോക്ഷത്തെ പ്രാപിച്ചു. ജനന മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ചു. എന്നെല്ലാം ചൊല്ലും തൃതീയത്താൽ, എന്നെല്ലാം പറയുന്ന സ്കന്ധമാണ് തൃതീയ സ്കന്ധം. ബോധിപ്പിച്ച് അത് സംക്ഷേപിച്ച് ഉടൻ കിളിപ്പെണ്ണ് എടുത്തച്ഛൻ്റെ തത്ത ആ തൃതീയ സ്കന്ധം ബോധിപ്പിച്ചു കൊടുത്തു, നന്നായിട്ട് ചുരുക്കി. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ തൃതീയ സ്കന്ധഃ സമാപ്തഃ. അപ്രകാരം സൂതശൗനക സംവാദമായിരിക്കുന്ന തൃതീയ സ്കന്ധം സമാപിച്ചിരിക്കുകയാണ്. പരമാത്മാവിൻ്റെ കൃപ സകല ചരാചര ജീവവർഗത്തിലും ഒരുപോലിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശേഷിച്ച് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ ഒരവസരമൊരുക്കിയ ഉമ്മന്നൂർ ശ്രീലാലിന്
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പരമേശ്വരൻ്റെ കൃപയാവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അച്ഛൻ്റെ അനുഗ്രഹം എല്ലാ കാലത്തും ഈ സന്താനങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് സമർപ്പിക്കുകയാണ്. വിശേഷിച്ച് അച്ഛൻ്റെ ആത്മാവിന് സർവേശ്വരൻ്റെ കൃപ എല്ലാ കാലത്തും കൂട്ടായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹര നമ പാർവതിപതേ ഹര ഹര.